എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാർട്ടി പിടിച്ചെടുക്കാൻ വേണ്ടി CPM-ൽ ഇപ്പോൾ വലിയൊരു അധികാര വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് റിപ്പോർട്ടർ TV മുൻ സ്ഥാപകനായ നികേഷ് കുമാർ ഇപ്പോൾ ഫുൾ ടൈം ഒരു പൊളിറ്റീഷ്യനാണ്. കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് നികേഷ് കുമാർ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറുവശത്ത് രാജ്യസഭ MPയും കൈരളി TVയുടെ MDയുമായ ജോൺ ബിട്ടാസും ഇവർ രണ്ടുപേരും സംസ്ഥാന CPM പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയിൽ. ഇവർക്ക് പിന്നിൽ നേതാക്കൾ പരസ്പരം ഗ്രൂപ്പ് തിരിഞ്ഞ് അണിനിരന്നിരിക്കുകയാണ്. അപ്പോൾ വിശദമായി ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഇത് ഏത് കോണ്ടക്സ്റ്റിലാണ് ഇവർ പാർട്ടി പിടിച്ചെടുക്കാൻ എന്താ പറയുക ഇങ്ങനെ പരസ്പരം പോരടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ മുഖ്യമന്ത്രി മകളും ഇപ്പോൾ SFIO, CBI, ED അങ്ങനെയുള്ള ഇപ്പോൾ ഉടൻ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ മാസം 21-നകം വീണയെ ചോദ്യം ചെയ്യാൻ ചാൻസ് ഉണ്ട് SFIO. അപ്പോൾ ഓൾറെഡി ഡൽഹി ഹൈക്കോടതി അതിൻ്റെ ഇത് കിട്ടി. കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രി അതിനുള്ള സാങ്ഷൻ കൊടുത്തു. അതായത് എല്ലാ പ്രൊസീഡിങ്സും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളോട്ട് കടക്കാനുള്ള സാങ്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി വേണമെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ SFIOക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ചോദ്യം ചെയ്യലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഈ മാസം 20-ഓടുകൂടി വീണയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത തെളിഞ്ഞു വരികയാണ്. ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച ചില മാധ്യമങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് അനുഭാവം പുലർത്തുന്ന ചില മാധ്യമ പ്രവർത്തകർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം 20-ാം തീയതി ചോദ്യം ചെയ്തിട്ട് 21-ാം തീയതി വീണയെ ചിലപ്പം അറസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ പറഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോൾ അറിയില്ല. അപ്പോൾ എന്ത് തന്നെയായാലും ED ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിണറായി വിജയനെ ക്ലിഫ് ഹൗസിൽ കയറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതായത് ഈ പിണറായി വിജയൻ്റെ പേര് പോലും മെൻഷൻ ചെയ്തിട്ടുണ്ട് SFIO. അതൊക്കെ കൊണ്ട് തന്നെയാണ് എന്താ പറയുക ഇത്ര കുറേ നാൾ പിണറായി വിജയൻ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തിട്ട്. അപ്പോൾ ഈ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ കുറച്ച് നാൾ മുന്നേ മാധ്യമങ്ങൾ കാണുമ്പോൾ പറഞ്ഞായിരുന്നല്ലോ, അതായത് എൻ്റെ പേര് വെച്ചിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് വലിയൊരു ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മുമ്പ് ബിനീഷ് കോടിയേരിക്ക് ഇങ്ങനത്തെ പാർട്ടി പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടില്ലല്ലോ, വീണയ്ക്ക് എന്തുകൊണ്ട് പാർട്ടി പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന തരത്തിൽ ചോദിച്ചപ്പോൾ ഒരു മറുപടി ആയിരുന്നു അത്. അതായത് എൻ്റെ പേര് മെൻഷൻ കോടിയേരിയുടെ കേസിൽ, ബിനീഷിൻ്റെ കേസിൽ കോടിയുടെ പേര് മെൻഷൻ ചെയ്തില്ല. പക്ഷേ ഈ കേസിൽ SFIയുടെ കേസിൽ എൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിയായ എൻ്റെ പേര് മെൻഷൻ ചെയ്തു. അതിപ്പോൾ എൻ്റെ ചോര കാണാൻ അവർ ആഗ്രഹിക്കുന്നു. ആ തരത്തിലൊരു മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് വ്യക്തമായ ഒരു ക്ലിയർ ആൻസർ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഇനി കാര്യങ്ങൾ കൈകൾ നിൽക്കില്ല. അതായത് മുമ്പത്തെ മാതിരി ബി ജെ പി ആയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം ഇനി പിണറായിക്ക് കളിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതോടുകൂടി ഇവിടുത്തെ എന്താണ് BJPയുടെ ഒരു ലൈൻ മാറ്റി. മുമ്പൊക്കെ എന്ന് വെച്ചാൽ കോൺഗ്രസ് മുക്ത ഭാരതം, ഇവിടുത്തെ മുമ്പ് സുരേന്ദ്രനും മുരളീധരനൊക്കെ കേന്ദ്ര നേതൃത്വത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെ തകർത്തിട്ട് അതിന് ഹിന്ദുക്കളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക, BJPയിലോട്ട് അടുപ്പിക്കുക. അങ്ങനെ കോൺഗ്രസിനെ തകർത്ത് കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് ഇവിടെ ഭരണം പിടിക്കുക, ഇവിടെ BJPക്ക് വളരാമെന്ന് ഉള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു മുൻകാലങ്ങളിലെ BJP ഇവിടെ നടത്തിക്കൊണ്ടു പോകുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നവിടെ മൊത്തം പിക്ചറങ്ങ് മാറി. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തെടുത്ത് പറഞ്ഞു, മോദിയുടെ അടുത്ത് പറഞ്ഞു, അമിത്ഷാ അടുത്ത് പറഞ്ഞു, ഇവിടെ കോൺഗ്രസ് ഒരു കാലത്തും തകർക്കാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഏകദേശം 35% വരുന്ന മുസ്ലിം വോട്ട് ബാങ്കാണ് ഇവരുടെ ശക്തി. അപ്പോൾ ആ മുസ്ലിം കമ്മ്യൂണിറ്റി, വിവിധ മുസ്ലിം സംഘടനകൾ കോൺഗ്രസിൻ്റെ പിന്നിൽ എന്തായാലും പാറ പോലെ ഉറച്ചു വെക്കും. അപ്പോൾ വലിയ ടാസ്ക്കാണ്, ഹിമാലയൻ ടാസ്ക്കാണ് കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള കാര്യത്തിൽ. കേരളത്തിലൊരു ഡെമോഗ്രാഫി വെച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ തകർക്കാൻ പറ്റില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചത്. പകരം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയെ ഏകദേശം 90 CPM-ന്റെ 90% അണികളും പ്രവർത്തകരും ഹിന്ദുക്കളാണ്. അപ്പോൾ ഈ വോട്ട് ബാങ്കിൽ കയറിച്ചില്ല. നായർ ഈഴവ വോട്ടുകൾ കയറി ചെന്നിട്ട് CPM-നെ തകർത്താൽ മാത്രമേ കേരളത്തിൽ BJPക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റൂ, അധികാരത്തിൽ വരാൻ പറ്റൂ എന്നുള്ള ഒരു DPR ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് മോദിക്കും അമിത്ഷാക്കും സമർപ്പിച്ചിരുന്നു, കേന്ദ്ര BJP നേതൃത്വത്തിന് സമർപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ഉടനെ തന്നെ അടുത്ത 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ ഈ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രി ഇതിനുള്ള സാങ്ഷൻ കൊടുത്തു. ഈ വീണയെ ചോദ്യം ചെയ്യാനുള്ള സാങ്ഷൻ കൊടുത്തു. ഇനി വേണമെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം, അറസ്റ്റ് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ പിണറായി വിജയൻ വിചാരിച്ചാൽ ഇനി എന്താ പറയുക രാജീവ് ചന്ദ്രശേഖറിനെ സ്വാധീനിക്കാൻ പറ്റില്ല, കേരള BJPയെ സ്വാധീനിക്കാൻ പറ്റില്ല. രാജീവ് ചന്ദ്രശേഖർ കേരള BJP ശരിക്കും എന്താണ് ഇവിടെ ഗ്രൂപ്പിസം കളിക്കുന്ന ആൾക്കാർക്ക് സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ്. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രൈം ടാർഗറ്റ് എന്ന് വെച്ചാൽ BJP കേരളത്തിൽ ഭരണത്തിൽ കൊണ്ടുവരിക. ഗ്രൂപ്പിസത്തിന് ഇവിടെ ഇനി കേരള BJPയിൽ സ്ഥാനമില്ല. അപ്പോൾ ഗ്രൂപ്പ് കളിക്കുന്ന ആൾക്കാരെ, ഗ്രൂപ്പ് നേതാക്കന്മാരെ ഇപ്പോൾ സൈഡ് ലൈൻ ചെയ്ത അവസ്ഥയാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു, മീഡിയ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രാജീവ് ചന്ദ്രശേഖരൻ്റെ പത്രസമ്മേളനം ഇതൊക്കെ ഫുള്ള് എല്ലാ സ്ഥലത്തും BJPയുടെ എല്ലാ കാര്യങ്ങളും പറയുന്നത് സംസാരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ. ഇനി പഴയ ഗ്രൂപ്പ് കളിക്കുന്ന നേതാക്കന്മാരെ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. ദാറ്റ് മീൻസ് അതായത് ഒരു ഗ്രൂപ്പിസം ഇല്ലാത്തൊരു BJP കേരളത്തിൽ മാറിയിരിക്കുകയാണ്. അത് വ്യക്തമായി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. CPM-നെ
തകർത്താൽ മാത്രമേ ഇവിടെ ക്ലച്ച് പിടിക്കാൻ പറ്റൂ എന്നുള്ള ഒരു വ്യക്തമായ ഒരു നിർദ്ദേശം രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര BJP നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 2026 ഇലക്ഷന് മുന്നേ ഇവിടെ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ നടക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി വീണാ വിജയനെ പിടിച്ച് അകത്തിടാം, സാക്ഷാൽ പിണറായി വിജയനെ CBI ചോദ്യം ചെയ്യാം, CBI ED പോലുള്ള അങ്ങനെയുള്ള അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാം, ചിലപ്പോൾ പിടിച്ച് അകത്തിടാം. അതായത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പോലും പിടിച്ചകത്തിട്ടുണ്ട്. അപ്പോൾ ഈ പിണറായി വിജയനെ പോലത്തെ ഒരാളെ പിടിച്ചെടുക്കുന്നതിൽ ഒരു തടസ്സമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക്. അപ്പോൾ ഇവിടെ എന്തും സംഭവിക്കാം. അപ്പോൾ ചെയ്യാവുന്നത്ര മാക്സിമം എന്താ പറയുക, CPM ഏതൊക്കെ തരത്തിൽ തകർക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ തകർക്കണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാണെങ്കിലോ ഈ പിണറായി വിജയനും എന്താ പറയുക, പിണറായി വിജയനെ CBI ചോദ്യം ചെയ്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിണറായിജിക്ക് അധികം പിടിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇൻ കേസ് വീണയൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ധാർമ്മിക ഇതയുടെ അടിസ്ഥാനത്തിൽ പോലും പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പറ്റില്ല. അപ്പോൾ പാർട്ടിയിൽ നിന്ന് മൊത്തം ഹോൾഡ് പോയിരിക്കുകയാണ് പിണറായി വിജയൻ. അതാണൊന്ന് എന്താ പറയുക, മുമ്പൊക്കെ മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും പിണറായി വിജയൻ. പക്ഷേ കഴിഞ്ഞ ഈ അടുത്ത കാലത്ത് കുറച്ച് ദിവസം മുന്നേ മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോൾ എന്താ പറയണ്ടേ, ഒരു ആ പഴയ അഗ്രസീവ്നെസ്സും ഒരു ആങ്കറും ഒന്നും പുള്ളിക്കില്ല. പുള്ളി ഭയങ്കര കാമൺ ക്വയറ്റായിട്ടാണ് ആൻസർ ചെയ്തത്. ദാറ്റ് മീൻസ് അതായത് പുള്ളി എന്തൊക്കെയോ പേടിക്കുന്നു, ആരൊക്കെയോ പേടിക്കുന്നു. അത് തന്നെയാണ് കേരളത്തിലെ നേതാക്കന്മാർ മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. അതായത് CPM അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് MA ബേബി വന്നു. അപ്പോൾ MA ബേബിക്ക് പണ്ടേ കലിപ്പുണ്ട് പിണറായി വിജയനോട്. ഒരു കാര്യം ഉറപ്പിക്കാം, ബേബി പിണറായി വിജയനായിട്ട് പണിയുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇപ്പോൾ ബേബിയുടെ ഒരു നോമിനി ആയിട്ടാണ് ഇപ്പോൾ എന്താ പറയേണ്ടത് ഈ ജോൺ ബ്രിട്ടാസിനെ ഇങ്ങോട്ട് കേരളത്തിലോട്ട് വിടുന്നത്. ജോൺ ബ്രിട്ടാസിന് ഇനി 2 വർഷം കൊണ്ട് രാജ്യസഭ MPയുടെ കാലാവധി പൂർത്തിയാകാൻ വേണ്ടി അപ്പോൾ ഈ വരുന്ന ഇലക്ഷനിൽ 2026 അസംബ്ലി ഇലക്ഷനിൽ ജോൺ ബ്രിട്ടാസ് മത്സരിക്കും എന്നുള്ള ഒരു ന്യൂസൊക്കെ വന്നിരുന്നു. അതായത് ഇടത്ത് പ്രൊഫൈൽ തന്നെയാണ് വന്നത്. ജോൺ ബ്രിട്ടാസ് അടുത്ത 2026 അസംബ്ലി ഇലക്ഷനിൽ മത്സരിക്കുന്ന തരത്തിൽ നികേഷ് കുമാർ ഇപ്പോൾ റിപ്പോർട്ടർ TV ഒക്കെ വിട്ടിട്ട് ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നികേഷ് കുമാറിൻ്റെ പിന്നിലും ആൾക്കാരുണ്ട്. അതിപ്പോൾ MV ഗോവിന്ദനാണോ അല്ല P ജയരാജനോ, പാർട്ടിയിൽ നിന്ന് സൈഡ്ലൈൻ ചെയ്യപ്പെട്ട P ജയരാജനാണോ എന്ന് പറയാനും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് ഈ MA ബേബി സെക്രട്ടറി ആയതിനു ശേഷം PJ ആർമി വീണ്ടും കണ്ണൂർ സജീവമായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയണ്ടേ, ഈ MA ബേബിയുടെ ഒരു പരസ്യ പിന്തുണ അല്ലെങ്കിൽ രഹസ്യ പിന്തുണ ജയരാജനും ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും പാർട്ടിയിൽ എന്താ പറയുക, 2 അധികാര കേന്ദ്രങ്ങൾ, കുറച്ച് ആൾക്കാർ ഈ 2 ആൾക്കാരെ മുൻനിർത്തി പാർട്ടി പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു വശത്ത് നികേഷ് കുമാറിൻ്റെ പുറകിൽ പിണറായിയുടെ ഫാമിലിയും ആണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതായത് മുമ്പൊക്കെ പിണറായിയുടെ അടുത്ത ആൾക്കാരായിരുന്നു ജോൺ ബ്രിട്ടാസൊക്കെ. ഈ അടുത്ത കാലത്ത് ജോൺ ബ്രിട്ടാസ് ഇതൊക്കെ ഇവരെ ഫാമിലിയായിട്ട് പിണറായി വിജയനായിട്ട് തെറ്റിയിരിക്കുകയാണ്. അതായത് അതൊക്കെ കൊണ്ട് തന്നെയാണ് കുറച്ച് നാൾ മുന്നേ പിണറായി വിജയൻ ഡൽഹിയിൽ പോയിട്ട് കേരള ഹൗസിൽ നിർമ്മലാ സീതാരാമനെ കണ്ടപ്പോൾ ഈ ജോൺ ബ്രിട്ടാസിനെ കൂട്ടാതെ KV തോമസിനെ കണ്ടത് അതൊക്കെ കൊണ്ടാണ്. അത് ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഈ മലയാളം കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് എന്ന പേരിൽ കൈരളി TVയും കൈരളി ന്യൂസ് TV ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ പേരിൽ വേറെ കടലാസ് കമ്പനി ഉണ്ടാക്കിയിട്ട് കോടികൾ പിരിച്ചു എന്നുള്ള ഒരു അലിഗേഷൻ കുറച്ച് നാൾ മുന്നേ ഈ ബ്രിട്ടാസിനെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അധികം വാർത്തയാക്കി ശരിക്കും പാർട്ടിയിൽ തന്നെ കുഴിച്ചു മൂടുമായിരുന്നു അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ. ആ സമയത്ത് എന്താ പറയുക, ഈ വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസ് മാധ്യമങ്ങൾക്കൊക്കെ ചോർത്തി കൊടുത്തതിൽ ബ്രിട്ടാസിന് പങ്കുണ്ടെന്ന തരത്തിലുള്ള ഇതൊക്കെ ചില കോണുകളിൽ നിന്നൊക്കെ ഉയർന്നിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്താ പറയുക, പിണറായി വിജയൻ നിർമ്മലാ സീതാരാമനെ കാണാൻ പോകുമ്പോൾ ജോൺ ബ്രിട്ടാസിനെ കൂട്ടാഞ്ഞ്. അപ്പോൾ അവിടെയും ജോൺ ബ്രിട്ടാസും പിണറായും തമ്മിൽ തെറ്റി എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ബേബി ബ്രിട്ടാസിനെ ഉപയോഗിച്ച് കേരളത്തിലേക്ക് വിട്ടിട്ട് അവരെ പാർട്ടി പിടിച്ചെടുക്കാനല്ലേ അവിടെ മുൻപന്തിയിൽ നിർത്തുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും കേരള രാഷ്ട്രീയത്തിൽ ഇനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് 2 പ്രഗത്ഭരായ 2 മാധ്യമ പ്രവർത്തകർ പരസ്പരം എന്താ പറയുക പാർട്ടി പിടിച്ചെടുക്കാൻ വേണ്ടി പോരടിക്കുന്ന ഒരു കാഴ്ച കാണേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ എന്ത് തന്നെയാലും കേരള രാഷ്ട്രീയം CPM രാഷ്ട്രീയം എന്താ പറയുക ഇത്തരത്തിലുള്ള പോരിൽ കൊഴുക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പുറത്തു വരും. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.